ചെറുപുഴയിൽ പുതിയ ഓട്ടോ സ്റ്റാൻഡ് അനുവദിച്ച പഞ്ചായത്തിന്റെ തീരുമാനത്തെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നതായി ഓട്ടോ തൊഴിലാളികൾ. This news is brought to you by Elroy Opticals and Computerized Eye Clinic, Cherupuzha. Phone 9961660599. ചെറുപുഴ ടൗണിൽ ബസ് സ്റ്റാൻഡിന് സമീപം പുതിയ ഓട്ടോ സ്റ്റാൻഡ് അനുവദിച്ച പഞ്ചായത്തിന്റെ തീരുമാനത്തെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നതായി മേലെ ബസാറിലെ ഓട്ടോ തൊഴിലാളി സംഘം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാ സ്ഥലത്തും റൊട്ടേഷൻ രീതിയിൽ ഓട്ടോ ഓടണമെന്നിരിക്കെ ചെറുപുഴ താഴെ ബസാറിൽ ചിലർ ഇത് അനുവദിക്കാറില്ലെന്നും പുതിയ ഓട്ടോ സ്റ്റാൻഡിൽ എല്ലാ ഓട്ടോ തൊഴിലാളികൾക്കും റൊട്ടേഷൻ ക്രമത്തിൽ വാഹനം വയ്ക്കാമെന്ന് പഞ്ചായത്ത് സമ്മതിച്ചിട്ടുണ്ടെന്നും ചെറുപുഴയിലെ മുഴുവൻ തൊഴിലാളി യൂണിയൻ പ്രതിനിധികളും ചേർന്ന യോഗത്തിലാണ് പഞ്ചായത്ത് തീരുമാനമെടുത്തതെന്നും അത് നടപ്പിലാക്കണമെന്നും മേലെ ബസാറിലെ തൊഴിലാളികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. 99-2000 കാലഘട്ടത്തോടുകൂടി രണ്ടാമത് ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് നമുക്ക് പുതിയതായിട്ട് അടുത്ത സ്റ്റാൻഡ് വന്നു. ഈ രണ്ടിടത്തും വണ്ടികൾ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ 2005 ഫാത്തിമ മെഡിക്കൽസിൻ്റെ ഇവിടെ മൂന്നാമതൊരു ഓട്ടോ സ്റ്റാൻഡ് ഇവിടെ നമ്മൾ ഉൾക്കൊള്ളിക്കുകയാണ് ചെയ്തത്. അത് പെരിങ്ങോം SIയുടെ നേതൃത്വത്തിലാണ് ഫാത്തിമ മെഡിക്കൽസിൻ്റെ അവിടെ നമ്മൾ പുതിയ ഓട്ടോ സ്റ്റാൻഡ് വന്നു. അതിനുശേഷം ഈ 3 സ്റ്റാൻഡുകളിലുമായിട്ട് വണ്ടികൾ ഉൾക്കൊള്ളിക്കാൻ പറ്റാണ്ട് വന്നു. 3 സ്റ്റാൻഡുകളിൽ നമ്മൾ എല്ലാ വർഷവും 3 വണ്ടി വീതം ഓരോ സ്റ്റാൻഡിൽ ഓരോ വണ്ടി എന്ന നിലയിൽ നമ്മൾ ഇറക്കിക്കൊണ്ടാണ് ഈ കഴിഞ്ഞ 2019 വരെ വന്നത്. അന്നേരത്തിന് 3 സ്റ്റാൻഡിൽ ഏകദേശം വണ്ടികളുടെ എണ്ണം വർദ്ധിച്ചു. 2019 അന്നത്തെ കോർഡിനേഷൻ കമ്മിറ്റി അന്നത്തെ കൺവീനറായിട്ടിരിക്കുന്ന നമ്മുടെ ഇന്ന് നമ്മളിൽ ഇല്ലാത്ത പ്രതീക്ഷ മനോജേട്ടൻ എന്ന് പറഞ്ഞ പുള്ളിയാണ് കൺവീനർ. ആ മനോജേട്ടൻ ഒപ്പിട്ടിട്ടാണ് ആദ്യമായിട്ട് ജമീല കോളേജ് പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ ചെറുപുഴ പഞ്ചായത്തിൽ ഒരു അപേക്ഷ വെക്കുന്നത്. ഇനിയൊരു ഓട്ടോ സ്റ്റാൻഡ് വേണം, ഓട്ടോ സ്റ്റാൻഡ് പോസ്റ്റ് ഓഫീസിനോട് ചേർന്ന് താഴെ ബസ് സ്റ്റാൻഡിൽ പോസ്റ്റ് ഓഫീസിനോട് ചേർന്ന് ഒരു ഓട്ടോ സ്റ്റാൻഡ് വേണം എന്ന് ഞങ്ങൾ അപേക്ഷ വെക്കുന്നു. ആ അപേക്ഷ പ്രകാരം അന്ന് അത് അംഗീകരിച്ചില്ല, അത് നടന്നില്ല, മുന്നോട്ട് പോയി. കാലങ്ങൾ കഴിഞ്ഞു, അടുത്ത ഗവൺമെൻറ് വന്നു, അവർക്ക് കൊടുത്തു അപേക്ഷ. ആ അപേക്ഷ പ്രകാരം ഈ മധുവേട്ടൻ ഒപ്പിട്ട് കൊടുത്തതിന് ശേഷം ഈ അന്നത്തെ കോർഡിനേഷൻ കമ്മിറ്റിയിലുള്ള സുരേഷ് ഇന്നലെ ഇവിടെ പറഞ്ഞു വണ്ടി ഉരുണ്ടു പോകുന്നൊരു കാര്യം. ആ കാരണങ്ങളാണ് അന്ന് പഞ്ചായത്തിലും പോലീസ് സ്റ്റേഷനിലും അവരറിയിച്ചത്. വണ്ടി ഉരുണ്ടു പോകും, അതുകൊണ്ട് ഒരു കാരണവശാലും അവിടെ ഓട്ടോ സ്റ്റാൻഡ് അനുവദിക്കാൻ പാടില്ല എന്ന് അവരവിടെ പറഞ്ഞു. ഞങ്ങളുടെ കൂടെ വന്നിട്ട് ഓട്ടോ സ്റ്റാൻഡ് വേണമെന്നും പറഞ്ഞു. ഞങ്ങളില്ലാത്തപ്പോൾ അവിടെ പോയിട്ട് വണ്ടി ഉരുണ്ടു പോകും. അതൊക്കെ 10-20 വർഷം മുമ്പുള്ള കാര്യമാണെങ്കിൽ ഓർക്കാം, ഓട്ടോയൊക്കെ ഉരുണ്ടു പോകുമായിരുന്നു. അന്ന് പെട്രോൾ വണ്ടിയാണ്, ഇന്ന് ഡീസൽ വണ്ടിയാണ്. ഒരിക്കലും ഉരുണ്ടു പോകില്ല, വണ്ടിക്ക് അതിനുള്ള പവറുണ്ട്. പുള്ളിയുടെ വണ്ടി ഉരുണ്ടു പോകുന്നുണ്ടെങ്കിൽ പുള്ളി അത് വർക്ക്ഷോപ്പിൽ കാണിക്കേണ്ട ഒരു ആവശ്യമാണ്. പുള്ളി അത് വ്യക്തിപരമായിട്ട് ചെയ്യുന്നത്, അത് മൊത്തം വണ്ടിക്കാരുടെ തലയിൽ അയാളാക്കുമല്ലായിരുന്നു ചെയ്യുന്നത്. അതുപോലെ തന്നെ 2004 ഈ കോർഡിനേഷൻ കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റി രൂപീകരിച്ചു, മുന്നോട്ട് വന്നു. ഈ കോർഡിനേഷൻ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ 16 അംഗ കമ്മിറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കോർഡിനേഷൻ കമ്മിറ്റിയുടെ 16 പേരും ചേർന്നെടുത്ത തീരുമാനമാണ് പുതിയ ഓട്ടോ സ്റ്റാൻഡ് വേണം എന്നുള്ളതും. അതിന് പ്രകാരം ഞങ്ങൾ അപേക്ഷ കൊടുത്തു. ഇന്ന് നമ്മുടെ പഞ്ചായത്ത് ഞങ്ങൾ ആവശ്യപ്പെട്ട സ്ഥലത്ത് തന്നെ ഒരു ഓട്ടോ സ്റ്റാൻഡ് അനുവദിച്ചു വന്നു. ഈ പറഞ്ഞ 16 അംഗ കമ്മിറ്റി ഇരുന്ന് ചാർജ് ഏകീകരിച്ച് എഴുതി റെഡിയാക്കിയതുപോലെ നമ്മുടെ വായനശാലയുടെ മുകളിലാണ് ഇരുന്നെന്ന് തോന്നുന്നു. വായനശാലയുടെ മുകളിൽ ഇരുന്ന് ഇതെല്ലാം എഴുതി റെഡിയാക്കി ഞങ്ങൾ പുറത്ത് വന്നു. താഴത്തെ സ്റ്റാൻഡിലുള്ളവർ പോയിട്ട് അവരുടെ സ്റ്റാൻഡിലെ കുറച്ച് ഡ്രൈവർമാരെ കാണിച്ചപ്പോൾ അവരുടെ നാട്ടിലേക്കുള്ള വാടക കുറയ്ക്കണം എന്നൊരു ആവശ്യം വന്നു. അങ്ങനെ ആ ആവശ്യപ്രകാരം അന്ന് ഈ ചെറുപുഴ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ പ്രശാന്ത് ഹോട്ടലിൻ്റെ ഇവിടുന്ന് മഞ്ഞക്കാടേക്കും കോലുവള്ളിക്കും ഒരേ ദൂരമാണ്, 2600 ദൂരമാണ് കോലുവള്ളിക്കും മഞ്ഞക്കാടേക്കും. അന്ന് തീരുമാനിച്ചു മഞ്ഞക്കാടേക്കും 70, കോലുവള്ളിക്കും 70 വാടക തീരുമാനിച്ചു, ഇറങ്ങിച്ചെന്നു. അപ്പോൾ കോലുവള്ളി ഭാഗത്തുള്ള താഴെ ഓടുന്ന വണ്ടിക്കാർ പറഞ്ഞു അത് നടക്കത്തില്ല, അവിടെ 60 രൂപ വാടക പറ്റുള്ളൂ, ഞങ്ങളുടെ നാട്ടിലോട്ട് നമുക്ക് 60 കൂടുതൽ മേടിക്കാനാവില്ല എന്നും പറഞ്ഞ് 60 രൂപയാക്കി. മഞ്ഞക്കാടേക്ക് 70 പോയി. ഈ മഞ്ഞക്കാട് ഇന്നും 70 ഈ പറയുന്ന താഴെക്കാരും മേടിക്കുന്നു, ഞങ്ങളും മേടിക്കുന്നു. കോലുവള്ളിക്ക് 60 അവരാക്കിയ വാടക ഇന്ന് ഞങ്ങളും 60 മേടിക്കുന്നു, അവരും 60 മേടിക്കുന്നു. അതേപോലെ ഭൂതാൻ റോഡിലേക്ക് തവളക്കുണ്ട് റോഡ് ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങളിലേക്ക് വാടക കുറയുവാണ് ചെയ്തത്. ആദ്യം എഴുതിയതിൽ നിന്ന് വ്യത്യാസം വരുവാണ് ചെയ്തത്. ചെറുപുഴയിൽ വളർന്നുകൊണ്ടിരുന്ന ചെറുപുഴയിലെ ട്രാഫിക്കിൻ്റെ ബുദ്ധിമുട്ട് വളരെയധികമുണ്ട്. കാരണം ഞങ്ങളുടെ മേലത്തെ ബസാറിൽ 2 ലൈനാണ് ഓട്ടോറിക്ഷ വെക്കുന്നത്. അവിടെ വ്യാപാരികളുമായിട്ട് എന്നും പ്രശ്നമുണ്ട്. അതേപോലെ ഈ ഫാത്തിമ മെഡിക്കൽ സ്റ്റോറിൻ്റെ സൈഡിൽ വ്യാപാരികളുമായിട്ടൊക്കെ പ്രശ്നമുണ്ട്. അങ്ങനെ നിരന്തരം നമ്മൾ പഞ്ചായത്തുമായിട്ട് 4ാമതൊരു സ്റ്റാൻഡ് അനുവദിച്ച് തരണമെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് പഞ്ചായത്ത് കമ്മിറ്റി കോർഡിനേഷൻ കൂടി പഞ്ചായത്തിൽ എല്ലാ യൂണിയൻ്റെ ആൾക്കാർ BMS ഉണ്ട്. ഞാൻ STU ആയിട്ട് ഞാനൊരുത്തരേ ഉള്ളൂ ചെറുപുഴയിൽ. STU അവർ ഭരണസമിതി STUവിൻ്റെ ഒരു പ്രവർത്തന BMS 4 യൂണിയൻ്റെ പ്രതിനിധികളുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷമാണ്
ഇങ്ങനെ 4ാമതൊരു സ്റ്റാൻഡ് പഞ്ചായത്ത് ഭരണസമിതി അനുവദിച്ചത്. യഥാർത്ഥത്തിൽ പഞ്ചായത്ത് ഭരണസമിതിക്ക് ചെറുപുഴ ഒരു യൂണിയൻ്റെ ആൾക്കാരെ ഒരു ഭാരവാഹികളെ വിളിക്കേണ്ട ആവശ്യമില്ല. കാരണം ഭരണസമിതിക്ക് പൂർണ്ണ അധികാരമുണ്ട്. അവർ ബോർഡ് മീറ്റിംഗ് കൂടി ഇന്നിടത്ത് ഓട്ടോ വെക്കാൻ തീരുമാനമാക്കി എന്ന് പറഞ്ഞാൽ അത് ചെറുപുഴയുള്ള ഓട്ടോ ഡ്രൈവർമാരും അംഗീകരിക്കണം. ചെറുപുഴയുള്ള 20,000 പേര്, ഈ പഞ്ചായത്തിലുള്ള 20,000 പേരും അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം അവരെ നമ്മൾ തിരഞ്ഞെടുത്തതാണ്. അവരവിടെ നിന്ന് മുകളിൽ നിന്ന് ഇറങ്ങിയൊന്നുമല്ല. അവർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാനും അത് തെറ്റുണ്ടെങ്കിൽ വിമർശിക്കാനും നമ്മുടെ ചെറുപുഴ പഞ്ചായത്തിലുള്ള എല്ലാ പൗരന്മാർക്കും അവകാശമുണ്ട്. അങ്ങനെ 20 മെമ്പർമാരോട് കൂടിയിട്ട് എടുത്ത തീരുമാനമാണ് 4ാമതൊരു സ്റ്റാൻഡ് ചെറുപുഴ ബസ് സ്റ്റാൻഡിനോട് കൂടി അനുവദിച്ച് നമുക്ക് മിനിയാതെ തന്നത്. അത് ഏകപക്ഷീയമല്ല. പഞ്ചായത്ത് സമിതിയെ ഇന്നലെ കൂടിയ വാർത്താ സമ്മേളനം നടത്തിയവർ ഏകപക്ഷീയമാണെന്ന് ആക്ഷേപിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അസംതമാണ്. അതിന് ഞങ്ങളുടെ തൊഴിലാളികളെന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. പിന്നെ അവർ നിയമവശമായ കാര്യങ്ങളിലൊക്കെ പാർക്ക് ചെയ്ത് ഓടുന്ന സ്ഥലം നിയമവശത്തിലല്ല അവിടെ പാർക്ക് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ മലയോര ഹൈവേയുടെ പാർക്കിൽ ഹൈക്കോടതി ഓർഡർ നിലവിലുണ്ട്. ഒരു വാഹനങ്ങളും ഇരുചക്ര വാഹനം മുതൽ മുച്ചക്ര വാഹനം ഒരിക്കലും പാർക്ക് ചെയ്ത് ഓടാൻ പാടില്ല. അപ്പോൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ ചെറുപുഴയിൽ പഞ്ചായത്ത് അനുവദിച്ച സ്റ്റാൻഡാണ് യഥാർത്ഥ ഓട്ടോ സ്റ്റാൻഡ് എന്നുള്ളതാണ് എനിക്ക് പറയാൻ. അവിടെ അടിസ്ഥാനപരമായി ഒരു കാര്യമില്ല. അത് മേലധികാരികളായ പോലീസും SIയും CAയും പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാവരും കൂടി തീരുമാനമെടുത്തിട്ട് ഇതിന് ഇന്നുകൊണ്ടെങ്കിലും ഒരു പര്യവസാനം ഉണ്ടാക്കണം. പിന്നെ ഈ 3 സ്റ്റാൻഡും നിലവിലുള്ളത് റോഡ് സൈഡിലാണ് പാർക്ക് ചെയ്യുന്ന ഞങ്ങൾക്ക് അനുവാദമുള്ളത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അഭിപ്രായ പ്രകാരം ടാറിംഗ് റോഡിൻ്റെ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിരുന്ന തന്നെ നിയമമുണ്ട്. പിന്നെ ഇതെല്ലാം ഒരു അലിഖിത നിയമമായി കുറേ തൊഴിലാളികൾ ജീവിക്കാൻ വേണ്ടി മാത്രം പഞ്ചായത്തും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ തന്നെയാണ് പയ്യന്നൂർ ടൗണിലും കണ്ണൂർ ടൗണിലും എല്ലാ റോഡ് സൈഡിൽ വണ്ടി ഓടുന്നത്. ഒരു അലിഖിത നിയമമായിട്ടാണ് ഇത് പോകുന്നത്. ശരിക്കും നിയമപ്രകാരം ഇത് ഓടാൻ പാടില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പഞ്ചായത്ത് നമുക്ക് വ്യക്തമായി അനുവദിച്ചു തന്ന സ്റ്റാൻഡാണ് ഈ സ്റ്റാൻഡ്. ഒരിക്കലും ഈ സ്റ്റാൻഡ് മാറ്റാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. മാറ്റാൻ പാടില്ല എന്നല്ല, മാറ്റാൻ പറ്റില്ല. കാരണം പഞ്ചായത്ത് മിനിറ്റ്സിൽ എഴുതി വെച്ചതിലാണ്. ഓട്ടോ സ്റ്റാൻഡ് തർക്കത്തിൽ പരസ്പരം പഴിചാരി നിയമപ്രശ്നങ്ങളിലേക്ക് പോയാലുണ്ടാവുന്ന ഭവിഷ്യത്തിലേക്ക് എല്ലാവർക്കും ബോധമുണ്ടാവണമെന്നും ജീവിക്കാനുള്ള തൊഴിലും ഉപജീവന മാർഗവുമെന്ന നിലയിലാണ് ഇതിനെ കാണേണ്ടതെന്നും പഞ്ചായത്തിൻ്റെ തീരുമാനം യുക്തിപരമാണെന്നും ഇവർ പറഞ്ഞു. വിവിധ യൂണിയനുകളിൽപ്പെട്ട KB സുനിൽകുമാർ, PJ ഷാജഹാൻ, KC ബിനു, AV അനിൽകുമാർ, EV രാമചന്ദ്രൻ, MB വിജയൻ, VR സുജിത്, TP ആനന്ദൻ, CV സുഭാഷ്, P വിജേഷ്, മനോജ് AKR എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കണ്ണുകളുടെ സംരക്ഷണത്തിന് ഏറ്റവും ഗുണമേന്മയുള്ള കണ്ണടകളുടെ വ്യാപാര രംഗത്ത് സേവന മികവിന്റെ 17ാം വർഷത്തിലേക്ക് എൽറോയ് ഓപ്റ്റിക്കൽസ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് ഐ ടെസ്റ്റിംഗ് ക്ലിനിക് ചെറുപുഴ, സഹോദര സ്ഥാപനം അച്ചൂസ് ഐ ക്ലിനിക് ചെമ്പേരി, ആലക്കോട്, ശ്രീകണ്ഠാപുരം, ത്രീസ്യാമ ഐ ഡിപ്പാർട്ട്മെന്റ്, സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. എല്ലാ ദിവസങ്ങളിലും വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, സൗജന്യ കണ്ണുപരിശോധന, ഗുണനിലവാരമേറിയ ഗ്ലാസുകളും ഫ്രെയിമുകളും. എൽറോയ് ഓപ്റ്റിക്കൽസ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് ചെറുപുഴ. ഫോൺ 9961 660 599.